ഞാൻ കുറേ പ്രാവശ്യം ഈ ബൊംബലോണി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ബൊംബലോണി ഉണ്ടാക്കാൻ നോക്കിയാലോ? ആദ്യം ചെറു ചൂടുള്ള പാലിലേക്ക് ഉപ്പ്, പഞ്ചസാര, ഈസ്റ്റ് ഇട്ടൊന്ന് മിക്സ് ആക്കി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി വേറൊരു ബൗളിൽ മൈദ, മുട്ട, വെനില എസൻസ്, നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാലും കൂടെ ചേർത്ത് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് ഒന്നുകൂടെ കുഴച്ചിട്ട് മാവൊന്ന് പൊങ്ങി വരാനായിട്ട് ഒരു ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇതേപോലെ ഈക്വൽ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ഉരുട്ടി ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുക്കുക. ഷേപ്പ് ആക്കിയതിന് ശേഷം ഒരു ക്ലോത്ത് കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സും കൂടി റെസ്റ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് പാരസൻസിന്റെ അതിഥി സൺഫ്ലവർ ഓയിലാണ് യൂസ് ആക്കുന്നത്. ഇതിലാകുമ്പോൾ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബൊംബലോണി ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഓരോ ബൊംബലോണിയും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. രണ്ട് സൈഡും ഇതേപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ബൗളിൽ ഷുഗറും സിനമൺ പൗഡറും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് ഫ്രൈ ചെയ്ത ബൊംബലോണി ഒന്ന് അതിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സോ ന്യൂട്ടെല്ലോ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് റിങ്സ് ഒക്കെ ഫോം ചെയ്തിട്ട് നല്ല അടിപൊളി ബൊംബലോണീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെക്കേഷനിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മെഷർമെൻറ്റ്സ്